അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ ലോകത്തിലെ മനുഷ്യൻ്റെ മോചനത്തിനു വേണ്ടി, അവന് വഴി കാണിക്കുവാൻ വേണ്ടി, അവൻ്റെ മാർഗങ്ങളെ വിശദീകരിക്കുവാൻ വേണ്ടി അല്ലാഹു തആല മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളും മനുഷ്യ വിമോചനത്തിൻ്റെ, മനുഷ്യ സംസ്കരണത്തിൻ്റെ പാഠങ്ങളാണ് എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളിലൊന്ന് ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ജനങ്ങളുടെ, വിവിധ സമുദായങ്ങളുടെ, വിവിധ ഭരണാധികാരികളുടെ പലരുടെയും കഥകളാണ് അല്ലാഹു തആല ചരിത്രമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സംസ്കൃതിക്ക്, മനുഷ്യൻ്റെ സംസ്കരണത്തിന്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നിടത്ത് ചരിത്രത്തിന് എന്തുമാത്രം പങ്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ സംസ്കരിക്കുവാൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വെളിച്ചമാകുവാൻ അല്ലാഹു തആല ഇറക്കി തന്ന ഈ വേദഗ്രന്ഥത്തിൽ എന്തിനാണ് ഇത്രയേറെ ചരിത്രങ്ങൾ പറയുന്നത്? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സംഗതി, ലോകത്ത് മനുഷ്യവംശത്തിൻ്റെ സഞ്ചാരത്തിലുടനീളം വിജയങ്ങളും പരാജയങ്ങളും, ഉയർച്ചകളും താഴ്ചകളും, ഉദയങ്ങളും അസ്തമയങ്ങളും എമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നന്മകളുടെയും തിന്മകളുടെയും വ്യത്യസ്തമായ കാലഘട്ടങ്ങളും ലോകത്തുണ്ടായിട്ടുണ്ട്. ഏറെ മോശപ്പെട്ട, ഏറെ തകർന്നുപോയ അധാർമികതകളുടെ കുത്തൊഴുക്കായ കാലഘട്ടങ്ങൾ ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. അതേപോലെ സംസ്കാരത്തിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും കാലങ്ങളും ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് ചരിത്രങ്ങളെയും മാറി മാറി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എന്തുകൊണ്ടാണ് മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് വീണുപോകുന്നത്? എങ്ങനെയാണ് അധർമ്മത്തിൽ നിന്ന് മനുഷ്യൻ ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നത്? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി, അള്ളാഹുവിലുള്ള വിശ്വാസം എപ്പോഴാണോ മനുഷ്യർ മുറുകെ പിടിക്കുന്നത് അന്നൊക്കെ മനുഷ്യൻ്റെ സംസ്കാരം ഏറ്റവും ഉയർന്ന രൂപത്തിലായിരുന്നു. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണോ അള്ളാഹുവിനെയും അവൻ്റെ നിയമങ്ങളെയും ജനങ്ങൾ കൈവിട്ടുപോയത്, ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ അധാർമികതയിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. വർത്തമാനകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം അധാർമികതകളുടെ കൊടുങ്കാറ്റടിച്ച് വീശുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സംസ്കാരമുണ്ടാക്കണമെന്നും മാറ്റമുണ്ടാക്കണമെന്നും നന്മയുണ്ടാക്കണമെന്നും നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ മാർഗങ്ങൾ എന്താണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമാണ്, സമ്പത്താണ്, പുരോഗതിയാണ്, സാങ്കേതികതയാണ്, ഇതൊക്കെയാണ് മനുഷ്യനെ സംസ്കരിക്കാനുള്ള മാർഗമെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യമാവേണ്ടത്, മനുഷ്യൻ്റെ സംസ്കൃതി എന്നത്, മനുഷ്യൻ്റെ സംസ്കാരം എന്നത് അവൻ്റെ സൃഷ്ടാവുമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക്, അവൻ്റെ നിയമങ്ങളിലേക്ക്, അവൻ്റെ മതങ്ങളിലേക്ക്, അവൻ പഠിപ്പിച്ച മര്യാദകളിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നതാണ് എക്കാലത്തുമുള്ള മനുഷ്യനെ സംസ്കരിക്കുവാനുള്ള മാർഗമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ, ആ ദീനിൻ്റെ നിയമങ്ങളെ പഠിപ്പിക്കാനും ആ നിയമങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാനും നമുക്കായാൽ സംസ്കാരത്തിൻ്റെ, നന്മയുടെ ഉന്നത മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്കാവും. അതിന് ഖുർആൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഏറെ നമുക്ക് സഹായകമാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.